എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തലമുറകൾ എത്ര കഴിഞ്ഞാലും മറക്കാനാവാത്ത നല്ല നാടൻ രുചിയാണ് വട്ടയപ്പത്തിന്. വളരെ സ്വാദോടെ വീട്ടിലൊരുക്കാവുന്ന നാടൻ പലഹാരമാണ് വട്ടയപ്പം. വട്ടയപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വട്ടയപ്പം തയ്യാറാക്കുന്നതിനായി 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 4-5 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയാണ് ഇത്. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് മട്ട അരിയാണ്. വൈറ്റ് റൈസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ നല്ല വൈറ്റ് കളർ കിട്ടും. ചോറിന് പകരം വൈറ്റ് അവിൽ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മധുരത്തിന് ആവശ്യമായ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 3 ഏലക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വലിയ ഏലക്കയാണ് ചേർക്കുന്നതെങ്കിൽ 2 മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത്രയും സാധനങ്ങളെല്ലാം നന്നായി അരച്ചെടുത്ത് വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇനിയും ഇത്തരത്തിലുള്ള ടേസ്റ്റി റെസിപ്പികൾ കാണാൻ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അരച്ചെടുത്ത മാവ് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതൊന്ന് പൊങ്ങി വരുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. ചൂടുള്ള സ്ഥലങ്ങളിൽ വെച്ചാൽ ഈ മാവ് 2 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി വരുന്നതാണ്. മാവ് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ വട്ടയപ്പം തയ്യാറാക്കാം. ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് വട്ടയപ്പം വെന്ത് വരുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കണം. മാവ് ഒഴിക്കുന്ന പാത്രത്തിലേക്ക് ആവശ്യത്തിന് നെയ്യ് തടവിയതിനു ശേഷം ആവി നല്ലതുപോലെ വന്നിട്ട് വേണം മാവൊഴിച്ച് കൊടുക്കുവാൻ. ആവശ്യത്തിന് മാവൊഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഏത്തപ്പഴം ചേർത്ത് കൊടുക്കണം. ഏത്തപ്പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.